ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ റാഗി അട ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇതിന് മുന്നേ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് എന്നാ അത് അവ്യാൻ്റെ അംഗൻവാടിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കാൻ പോവാം കേട്ടോ റാഗി അട. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് റാഗി പൗഡറാണ് കേട്ടോ. പിന്നെ ഇത് തേങ്ങ ചിരവിയതാട്ടോ. ഇത് വെല്ലമാട്ടോ. നമ്മൾ വെല്ലം മുറിച്ചിട്ടിട്ട് എടുത്തതാണ്. ഇത് ഏലക്കപ്പൊടിയാട്ടോ. ഇനി റാഗി പൗഡറിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യം പോലെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് റാഗി പൗഡർ നമ്മൾ ഉപ്പ് വെള്ളം കൂട്ടി ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റാഗി പൗഡർ മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ച് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ബൗള് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വെല്ലത്തിൻ്റെ മസാലയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള കാര്യമാണ് കേട്ടോ അത്. ഈ ഒരു ഉള്ളി, ചെറിയ ഉള്ളി എന്നാട്ടോ നമ്മൾ പറയാം. ഇതിന് ചുവന്നുള്ളി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഒരു ബോള് പോലത്തെ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. ഇത് അതിനുശേഷം നമുക്ക് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു പാത്രം നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് 4 അടയൊക്കെ ചൂടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അട ഇടുന്നതിന് മുന്നേ തന്നെ അടുപ്പ് കത്തിച്ചതിന് ശേഷം വെള്ളം ചൂടാവാൻ വെക്കണം കേട്ടോ. നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ വെല്ലത്തിൻ്റെ ഈ ഒരു മിക്സില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മടക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ റെസിപ്പി ആദ്യം ഉണ്ടാക്കുക അടേണ്ട അതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള അടകൾ, നമുക്ക് വേണ്ടത്ര അടകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിത് ഈ ഒരു അട ആവിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. 2 അട, ഞാൻ ഇപ്പോൾ 2 അടയാണ് ഉണ്ടാക്കില്ല, അത് നമുക്ക് ആവിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.